ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡ് വെച്ചിട്ട് ഈസി ആയിട്ട് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ബ്രെഡ് പോളിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ല സോഫ്റ്റാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രെഡിൻ്റെ ആ ഒരു ബ്രൗൺ പോർഷൻ ഇതിലേക്ക് ആവശ്യമായിട്ടില്ല. ആ ഒരു ഭാഗം 4 സൈഡും കളഞ്ഞെടുക്കുക. ഇനി ഒരു ബൗളെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 6 പീസ് ബ്രെഡ് മൊത്തത്തിലങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ കൈ വെച്ചിട്ട് കട്ടാക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാലിതാ ഇതുപോലെ ബ്രെഡിൻ്റെ മുകളിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ബ്രെഡ് ഒന്ന് കുതിർന്നിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കറക്റ്റായിട്ടാണ് ഉള്ളത്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ടും എടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. പകരമായിട്ട് നിങ്ങൾക്ക് ഏലക്കാപ്പൊടി എടുത്താലും മതിയാകും. ഇതിലേക്ക് ഒരു 5 മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു 5 മുട്ടൻ്റെ മഞ്ഞയും വെള്ളയും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം. 5 മുട്ടൻ്റെയും വെള്ളത ഇവിടെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 5 മുട്ടൻ്റെ മഞ്ഞയും കൂടെ മറ്റൊരു ബൗളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു വെള്ള പോർഷൻ മൊത്തത്തിൽ ഈ ബ്രെഡിൻ്റെ മിക്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു മഞ്ഞയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒറ്റ മഞ്ഞ ചേർത്താൽ മതിയാകും. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് അങ്ങ് മിക്സാക്കി എടുത്താൽ മതിയാകും. ഇനി ഇത് മൊത്തത്തിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി മിക്സിന് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മിക്സിന് ജാറിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാനതാ ഇതുപോലത്തെ ഒരു 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബൗളിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സാധാരണ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാം. താഴെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. വെക്കണം നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുക്കുക. ഇതിൽ കുറച്ച് നെയ്യും കൂടെ സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മൊത്തത്തിൽ ഈ ഒരു മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് സൈഡിലേക്കൊക്കെ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും ഒഴിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇത് വേവിച്ചെടുക്കാം. ആവി കയറ്റിയെടുക്കാനായിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മുകളിലേക്ക് ഇതുപോലത്തെ ഒരു തട്ട് വെച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി തട്ട് വെച്ചാലും മതിയാകും. ഇത് മുകളിൽ ഈ ഒരു ടിന്നങ്ങ് ഇറക്കി വെച്ചെടുക്കുക. എന്നിട്ട് ഇനി അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ആ ഒരു 4 മുട്ടൻ്റെ മഞ്ഞ പോർഷനിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നാലേ ഒരു മുട്ടൻ്റെ സ്മെല്ല് ഇല്ലാതിരിക്കുള്ളൂ. അത് ചേർക്കാതിരുന്നാൽ നന്നായിട്ട് മുട്ടൻ്റെ സ്മെല്ല് ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കുക. ഇതുപോലെ മുകൾ ഭാഗം നല്ല പോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളൊന്നും നന്നായിട്ട് വെന്തിട്ടുണ്ടാവില്ല ഈ 5 മിനിറ്റ് ആയതുകൊണ്ട് തന്നെ. ഇനി പതുക്കെ ഒരു മഞ്ഞ പോർഷൻ ഇതിന് മുകളിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പതുക്കെ വേണം, ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മുട്ടൻ്റെ വെള്ളയും മഞ്ഞയും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടച്ച് വെച്ചിട്ട് വീണ്ടും 5 മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കുക. ഇനി ഇതുപോലെ ഫോർക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്ത് നോക്കട്ടോ. ഇതിൽ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ട് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. ബ്രെഡ് പോളതാ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ സൈഡിൽ നിന്ന് അങ്ങ് വിട്ട് വരും കേട്ടോ. എന്നിട്ട് കത്തി വെച്ചിട്ട് അങ്ങ് വിടിയിച്ചെടുക്കുക. നല്ല പോലെ തട്ടിയെടുത്താൽ പെട്ടെന്ന് അങ്ങ് ഇതുപോലെ ഒട്ടും പൊട്ടിപ്പോകാതെ നല്ല വൃത്തിയിൽ തന്നെ വിട്ട് കിട്ടും. പിന്നെ അടിഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഞാനിവിടെ സ്ക്വയർ ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത്. നല്ല പോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇതുപോലെ ചൂടോട് കഴിക്കുമ്പോൾ ആ ഒരു മുട്ടൻ്റെ സ്മെല്ല് നന്നായിട്ട് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുക. പിന്നെ മുകൾ ഭാഗത്തുള്ള ആ ഒരു മുട്ടൻ്റെ മഞ്ഞ കുറച്ച് അധികം സ്മെല്ല് ഉണ്ടാകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ വനില എസൻസോ ചേർത്താൽ മതിയാകും. അടിഭാഗം നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഈ ഒരു ബ്രെഡ് പോള എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്